കേന്ദ്ര സർക്കാരിനെതിരെ ദില്ലിയിൽ നടത്തുന്ന സമരത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം നടക്കാൻ പോകുന്നു. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി ആലോചിച്ച് സമരത്തിന്റെ തീയതി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ദില്ലിയിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുന്നത്. പ്രതിപക്ഷവും സമരത്തിന്റെ ഭാഗമാകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സർ, നമുക്കൊപ്പം ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, കേൾക്കാമെങ്കിൽ നോക്കൂ, ഇന്നലെ ഇപ്പോൾ യു ഡി എഫിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് സർക്കാർ ഒരു സംഭാഷണം തുടങ്ങി വെച്ചിട്ടുണ്ട്. അവരൊരു തീരുമാനം അറിയിച്ചിട്ടില്ല. ഏതായാലും കേന്ദ്രത്തിൻ്റെ എതിരായിട്ട് സുപ്രീം കോടതിയിൽ സർക്കാർ ഒരു നിയമ യുദ്ധത്തിൽ ഏർപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കവുമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗൗരവതരമായി തന്നെ ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകാനാണ് രാഷ്ട്രീയമായി LDF തീരുമാനിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ. എന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തീരുമാനങ്ങൾ, ശ്രീജിത്ത്? ഉണ്ണി ബാലകൃഷ്ണൻ, കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ നിയമപരമായും രാഷ്ട്രീയമായുമുള്ള പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു. നിയമപരമായ നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചു. ഇതിനൊപ്പം തന്നെ രാഷ്ട്രീയ പ്രതിരോധവും ശക്തമാക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രിസഭ ഒന്നാകെ ഡൽഹിയിലെത്തി കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന ഈ സമരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമായി മാറാനാണ് സാധ്യത. ആ സമരത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ഇന്ന് LDF യോഗം ചേരുന്നത്. നേരത്തെ സമരം നടത്താൻ CPM-ഉം CPI-യും തമ്മിൽ അനൗദ്യോഗിക ധാരണയായിട്ടുണ്ട്. ഇന്ന് LDF യോഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം. ഡൽഹിയിൽ മുന്നണിയുടെ നേതൃത്വത്തിലും സർക്കാരിൻ്റെ നേതൃത്വത്തിലുമായിരിക്കും സമരം നടക്കുക. ഈ സമരത്തിൻ്റെ തീയതിയും ഇന്ന് പ്രഖ്യാപിക്കും. CPI-യുമായി കൂടി ആലോചിച്ച് മറ്റ് ഘടകകക്ഷി നേതാക്കളുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും തീയതി പ്രഖ്യാപിക്കുക. എന്തായാലും വളരെ വൈകാതെ തന്നെ ഈ സമരം ഡൽഹിയിൽ അരങ്ങേറുമെന്ന കാര്യം ഉറപ്പാണ്. ഇതോടൊപ്പം തന്നെ ഗവർണർക്കെതിരെയായിട്ടുള്ള പ്രക്ഷോഭവും ശക്തമാക്കാനുള്ള തീരുമാനമുണ്ട്. ഗവർണർക്കെതിരെ നാളെ പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ സമരമുണ്ട്. ഇതിനുശേഷം ഇടുക്കിയിലെ ഭൂപതിവ് നിയമ പ്രശ്നത്തിൽ കുടിൽകെട്ടി സമരത്തിൽ തയ്യാറെടുക്കുന്നു. ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തോടെ ഒരു സമര വേരിയേറ്റ് തന്നെ സൃഷ്ടിക്കാനുള്ള പുറപ്പാടിലാണ് LDF-ഉം സർക്കാരും.